ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 9 പേരാണ്. ഞാൻ 5ാമത്തെ ആളാണ്. മേളിൽ നിന്നും താഴെ നിന്നും. താഴെ നോക്കിയാലും 5ാമത്തേത്, മേളിൽ നോക്കിയാലും 5ാമത്തേത്. ആണുങ്ങൾ 3 പേരും 6 പെണ്ണുങ്ങളും. ആണുങ്ങളിലും ഒരു ചേട്ടനും ഒരനിയനും. നടുക്കത്തെ ആളാണ് ഞാൻ. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സെന്നിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. എൻ്റെ 2ാമത്തെ പെങ്ങളെ കെട്ടിച്ചത് മല്ലപ്പള്ളിയിൽ കല്ലുമണ്ണി മേപ്പുറത്ത്. സെന്നിയുടെ കുടുംബം, അവരെല്ലാം എൻ്റെ അളിയനെല്ലാം ഇവരെ കസിൻസാണ്. അങ്ങനെയാണ് ഈ പരിചയം. സണ്ണിച്ചാനൊക്കെ നല്ല പരിചയമുണ്ട്. സെന്നിയെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. സെന്നിയുടെയൊക്കെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ഉള്ളപ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് പള്ളിയിൽ പോവുകയും കസേര കളിക്കൊക്കെ സെന്നിയുടെ അമ്മയൊക്കെ ഒന്നിച്ച് കളിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ ഇവരുടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവം നടത്തിയ വഴികളെക്കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ട് അമ്മ അവിടെ മണിമലയാറ്റിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ സണ്ണിച്ചാനെ മുക്കുണ്ട്. വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയി ഒഴുകിപ്പോയതും ദൈവം അത്ഭുതമായിട്ട് അവരെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച് ഒഴുകിപ്പോയതാണ്. വലിയ വെള്ളപ്പൊക്കത്തിന്, മണിമലയാറ്റിലെ വെള്ളപ്പൊക്കത്തിന്. അതിൽ നിന്ന് ദൈവം വിടുവിച്ച് നടത്തിയ വഴികളെക്കുറിച്ച് സെന്നിയുടെ അമ്മ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, അന്ന് മുങ്ങിപ്പോയിരുന്നെങ്കിൽ സണ്ണിച്ചാൻ കുഞ്ഞന്ന് ഇന്ന് സെന്നിയും കുടുംബം അവരൊന്നും കാണത്തേ ഇല്ലായിരുന്നു. ദൈവത്തിന് അന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് അമ്മയെ ജീവനോടെ രക്ഷിച്ചു. അവരെല്ലാം ഈ ദേശത്ത് കൊണ്ടുവന്നു. സെന്നിയാണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞ പോലെ മരിച്ചതാ. നാട്ടിൽ അടക്കാൻ പന്തലിട്ടതാണ്. മോർച്ചറി വെക്കാൻ പോയപ്പോൾ ആരോ പറഞ്ഞു ഒരു അനക്കം കണ്ടു എന്ന്. കണ്ടില്ലായിരുന്നെങ്കിൽ മോർച്ചറി കൊണ്ടുവച്ച് പോയേനെ. ദൈവത്തിനൊരു പദ്ധതി. അവരെയും കുടുംബമായിട്ട് ദൈവം ഈ ദേശത്ത് കൊണ്ടുവന്നു. അവരെല്ലാ സഹോദരങ്ങളും മക്കളൊക്കെ ദൈവം അത്ഭുതമായിട്ട് എല്ലാത്തിലും അനുഗ്രഹിച്ച് നടത്തിയിരിക്കുന്നു. ദൈവം കഴിയുന്ന ആളുകൾ ജീവനിൽ നിന്ന് രക്ഷിച്ച കുടുംബമാണ് അവര്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതാണ്. മരിച്ച സെന്നിയെ ജീവനുള്ളതാക്കിയതാണ്. ഇന്ന് ഇങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്യുവാൻ, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുമ്പോഴും റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉണ്ട്. അതും ദൈവത്തിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. മരിച്ചു കിടന്നവനെ ജീവനുള്ളവനാക്കി ദേശത്ത് അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. കർത്താവ് ആദിയിൽ തന്നെ അവസാനത്തെ കണ്ടതുകൊണ്ടാണ്. വചനം പറയുന്നത് പോലെ ഹോവാ തന്നെ ദൈവം, മറ്റൊരു ദൈവവുമില്ല. ആദിയിൽ തന്നെ അവസാനത്തെയും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതിനെയും പ്രസ്താവിക്കുന്നവൻ ഹോവയുടെ ആലോചന നിവൃത്തിയാകും. യെരമ്യാ പ്രവചനത്തിൽ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അമ്മയുടെ ഉദരത്തിൽ വെളിയിൽ വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ നമ്മളെയൊക്കെയും കർത്താവ് മുന്നമേ കണ്ടു. കർത്താവിന് വേണ്ടി സ്തോത്രം. അനേക ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഇന്ന് ചണ്ടയും കൊട്ടി ഹിന്ദുക്കളെ പോലെ ജീവിക്കുമ്പോൾ, എന്നാൽ ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നത് അനേക പൂജാരികളെ, അനേക മോസ്കിലെ ഉസ്താദന്മാരെ കർത്താവ് അഭിഷേകം ചെയ്തിട്ട് വേദപുസ്തകം എടുത്ത് പ്രസംഗിച്ചു കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നു. സ്തോത്രം. ദൈവം പറഞ്ഞ ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉളവാക്കാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ആരെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കുവാൻ പറ്റും. നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ വേല ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ വേല ദൈവം ആളുകളെ പണ്ടേ കണ്ടിരിക്കുന്നു. സ്തോത്രം.
പൂജാരിമാരെ വിളിച്ച് സുവിശേഷം പറയിപ്പിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വിളിക്കൊത്തവണ്ണം ദൈവസന്നിധിയിലായിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ലോകമന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആര് കർത്താവിന് വേണ്ടി വേർതിരിയും? സത്യസുവിശേഷത്തിന് വേണ്ടി ആര് നിൽക്കും? ആര് വിശ്വാസത്തിന് വേണ്ടി നിൽക്കും? ലോകത്തിൻ്റെ പുറകെ പോയി നശിച്ചു പോകാതെ വീണ്ടും വരുന്നതിനായി സത്യദൈവത്തെ ഞാൻ പോയതുപോലെ വീണ്ടും വരും നല്ല ചെയ്ത കർത്താവ് വരേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഒരുങ്ങി കാത്തിരിക്കുന്നവരെ കർത്താവ് ചേർക്കാനാ വരുന്നത്. സ്തോത്രം. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇറാനിലൊക്കെ കർത്താവ് യേശു തന്നെത്താൻ ഇറങ്ങിച്ചെന്ന സുവിശേഷം പ്രസംഗിക്കുന്ന അനേക ജീവിതങ്ങൾ അവിടെ ക്രിസ്ത്യാനികളായിട്ട് ദൈവത്തെ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മാറ്റം വരുന്നില്ല. കർത്താവ് എല്ലാ സ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചുവെങ്കിൽ ഇന്നും ദൈവം അബ്രഹാമിനെ വിളിക്കുന്നുണ്ടോ? ദൈവം പൗലോസിനെ വിളിച്ചുവെങ്കിൽ ഇന്നും അനേക പൗലോസുമാരുണ്ട്, ഇന്നും അനേക പത്രോസുമാരുണ്ട്, ഇന്നും ഏലിയാവുണ്ട്, ഇന്നും എലീശാവുണ്ട്. ഇന്നും ദൈവം ജീവിക്കുന്നു, ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാണെന്ന് കാണിക്കേണ്ടതിന് ഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുവാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നുവെന്ന്. സ്തോത്രം. ദൈവം നമ്മളോട് ക്ഷമിക്കുന്ന ദൈവമാണ്. കരുണ ഏത് മനുഷ്യനും ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറഞ്ഞാൽ കർത്താവ് അംഗീകരിക്കുന്നു, ക്ഷമിക്കുന്നു. പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ചെയ്ത നമ്മുടെ നീതി പ്രവൃത്തികളൊന്നും നാളെ നമ്മളെ പിന്തുടരുകയില്ല. നമ്മൾ ഇന്നെന്ത് ചെയ്യുന്നോ അതനുസരിച്ചാണ് കർത്താവ് നമുക്ക് പ്രതിഫലം. ഇന്നലെ നന്മ ചെയ്തുകൊണ്ട് ഇന്നതുകൊണ്ട് പ്രയോജനമില്ല. ഇന്ന് തിന്മ ചെയ്താൽ നമ്മളെ ദൈവം ശിക്ഷിക്കും. ഇന്നലെ വരെ തിന്മ ചെയ്തിട്ട് ഇന്ന് മാനസാന്തരപ്പെട്ടാൽ നമ്മളെ ദൈവം നീതിയായിട്ട് കണക്കിടുമെന്ന കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതമായിട്ട് നടത്തും. സ്തോത്രം. പറഞ്ഞു വന്നപ്പോൾ സെന്യയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും പറഞ്ഞതാണ്. സ്തോത്രം. ഇനിയും സെന്യയെക്കുറിച്ച്, സെന്യൊക്കെ അവരുടെ കുടുംബമായിട്ട് അമ്മയൊക്കെ ഞങ്ങൾക്കറിയാം, അത്ഭുതമായിട്ട് നടത്തി. സെന്യയും ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പാപ്പനെ പറ്റി, ഉപ്പാപ്പൻ അമ്മച്ചി, സെന്യയുടെ ഉപ്പാപ്പനാണ് ബേച്ചാൻ. ഞങ്ങളുടെ പെങ്ങളുടെ അളിയൻ്റെ ഉപ്പാപ്പൻ സെയിം. ഇവർ കസിൻസൊക്കെയാണ്. ബേച്ചാനെയൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണമൊക്കെ നടത്തുന്ന അത് ബേച്ചാനെല്ലാം കൂടെ കൂടിയാണ് നടത്തുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആദ്യം വന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, പിതാവൊന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആ പെങ്ങളുടെ കല്യാണം വീട്ടിൽ ഉറയ്ക്കാൻ നേരം 500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ആരോടോ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചാ പറഞ്ഞത്. വീട്ടിൽ ഉറയ്ക്കാനൊക്കെ ആളുകൾ വന്നപ്പം പറഞ്ഞു വെച്ചിരുന്ന പൈസ ഒന്നുമില്ല, പൈസ ഒന്നും കയ്യിലില്ല. ഞങ്ങളുടെ വീട്ടിൽ പ്രയാസമായി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ബേയിച്ചാമ്മൻ ചോദിച്ചു, എന്താ കാര്യം? നേരം പറഞ്ഞു, പൈസ തരാമെന്ന് പറഞ്ഞത് പൈസ കിട്ടിയില്ല. സാരമില്ല, പിന്നെ തന്നാൽ മതി. ബേയിച്ചാനാ പറഞ്ഞ്. ബേയിച്ചാനില്ല, പണക്കാരനാ. ബേയിച്ചാൻ പറഞ്ഞ് സാരമില്ല, പിന്നെ തന്നാൽ മതിയെന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. അവരെല്ലാം ഞാൻ പതിവായിട്ടാണ് മല്ലപ്പള്ളി പോരെല്ലാം അറിയാം. ഇവിടെ വന്നേ പിന്നെ സെന്യൊക്കെ പരിചയപ്പെടുന്നതും തണ്ണിച്ചാനെയൊക്കെ പരിചയപ്പെടുന്നതും. അവരുടെ കുടുംബമൊക്കെ കൂത്രപ്പള്ളിയിലാണ്. ഞാൻ തിരുവല്ല പഠിക്കാൻ പോകുന്നത് ചങ്ങനാശ്ശേരി വഴിയായിരുന്നു. ഞങ്ങളുടെ പഠിക്കക്കൂടെയുള്ള വണ്ടി 2 വണ്ടിയാണ്. ഒന്ന് കോട്ടയത്തിന്, ഒന്ന് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കുള്ള വണ്ടി ബസ് സൈക്കോ ആയിരുന്നു അന്ന്. സൈക്കോയിൽ ഞങ്ങളുടെ പഠിക്കക്കൂടെ വണ്ടി. ഞാൻ എന്നും രാവിലെ 7:30 അവിടുന്ന് പോകും, ചങ്ങനാശ്ശേരി ചെല്ലും. അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവല്ലായി പോയി. അങ്ങനെ ആ ദിവസവും പോയിക്കൊണ്ടിരുന്നത്. 2 വർഷക്കാലം അങ്ങനെ പോയി. അങ്ങനെ സൈക്കോക്കാരുമായിട്ടൊക്കെ നല്ല പരിചയമാണ്. ലാലിച്ചനെയും തങ്കച്ചൻ സാറിനെയൊക്കെ നല്ല പരിചയം. ഇവരെല്ലാം അയലോക്കംകാരായിരുന്നു പിന്നെ അറിയുന്ന. സ്വാതന്ത്ര്യം കൂത്രപ്പള്ളിക്കാര് സൈക്കോക്കാരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവര് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വണ്ടിയായിരുന്നു ഞങ്ങളുടെ പടിക്കൂടെ ഓടിയിരുന്നത്. ഞങ്ങൾക്ക് എൻ്റെ രസമെന്ന് പറയുമ്പോൾ രാവിലെ എല്ലാം വണ്ടി കോമ്പറ്റീഷൻ വെച്ച് പോകും.
പരുത്തിമൂട്ടി ചെല്ലുമ്പോഴത്തേന് അവിടുന്ന് സംഘം വരും മണിമലേന്ന്. ഈ 2 വണ്ടിയും കൂടെ കോമ്പറ്റീഷൻ വെച്ച് ഓടും. അപ്പോൾ ഇത് പറക്കുന്ന പോലെ പോകുന്നത്. ഞങ്ങളുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പഴയ വണ്ടിയാവുണ്ട്. നല്ല സ്പീഡ് കൂടുമ്പം വിറയ്ക്കാനായിട്ട് തുടങ്ങും. ഒരു പ്രാവശ്യം യാത്രയിൽ ഒരു എന്നിട്ടങ്ങ് ബഹളം വെക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാം ചത്തുപോകുമേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു ഇത്ര സ്പീഡിൽ പോകുന്നത് കാണുവാൻ. ആ സമയത്ത് സൈക്കോക്കാർ പെട്ടെന്ന് ആദ്യം ഒരു വണ്ടി പഴയ വണ്ടി മേടിച്ചെങ്കിലും പിന്നെ പുത്തൻ വണ്ടി മേടിക്കുന്നു. കിഴക്കോട്ടുള്ള റൂട്ടൊക്കെ ഇട്ടു. അനേക ബസ്സുകളൊക്കെ അവർ മേടിച്ചു. എനിക്ക് വണ്ടിക്കാരോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് സ്ഥിരം പോകുന്ന എൻ്റെ സ്ഥിരം വണ്ടിയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് 4 വരെ ക്ലാസ് ആണെങ്കിലും പെട്ടെന്ന് നേരത്തെയൊക്കെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയോ അങ്ങനെയോ ഈ വണ്ടിക്ക് തന്നെ വരാനായിട്ട് ട്രാൻസ്പോർട്ടിൽ കയറി പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തിരുവല്ലാന്ന് ചങ്ങനാശ്ശേരി വരും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 3:45 വിടും. സ്ഥിരമായിട്ട് ഈ വണ്ടിക്ക് ആ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അതിന് മുമ്പൊക്കെ ക്ലാസ്സും കഴിഞ്ഞ് വരുമായിരുന്നു. സ്തോത്രം. അങ്ങനെ സൈക്കോക്കാരോടൊക്കെ വളരെ സ്നേഹവും അവരെ എല്ലാം എനിക്ക് അറിയാമായിരുന്നു. സെന്നിയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. എല്ലാം ഏത് വർഷമാണ് ഈ സൈക്കോ ബസ് യാത്ര ചെയ്തതെന്ന് അറിയാമോ? 1975-77 ഞാൻ തിരുവല്ല പഠിച്ചത്. ആ സമയത്ത് സൈക്കോ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരുടെ ആരംഭം 50 വർഷമായി. ആ സമയത്താണ് അവർ ബസ് ആദ്യം മേടിക്കുന്നത്. ഈ തമിഴ്നാട്ടിലെ ഒരു പഴയ വണ്ടിയാണ് ഓടുന്നത്. 2 വാതിലുള്ള. അന്ന് ഒത്തിരി വണ്ടികളൊന്നുമില്ല. ഒത്തിരി രസമായിരുന്നു. പറക്കും വണ്ടി. അത് കഴിഞ്ഞ് പുതിയ ലൈലാൻഡ് മേടിച്ചു. അനേക ബസ്സുകളൊക്കെ അവർ പിന്നെ മേടിച്ചു. അത് ഇവരുടെ അയലോക്കംകാർ, സൈന്യയുടെ അയലോക്കംകാരായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത സംഭവങ്ങൾ. സൈക്കിളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ. കാര്യം ഞാനും ഒന്ന് എപ്പോഴും ഈ വണ്ടിയല്ലേ വരത്തുള്ളൂ. ഈ വണ്ടിക്ക് വേണ്ടി കാത്തി ചങ്ങനാശ്ശേരി വരുമ്പോൾ ഈ വണ്ടിയിൽ ആരെയില്ലേലും ഞാൻ വന്ന് കയറിയിരിക്കും ആദ്യം. അവർ വന്നിട്ട് 3:45 അവിടെ പോരത്തുള്ളൂ. കുളത്തുമൊഴിക്ക് പടിക്ക് കൂടുള്ള വണ്ടിയാണ്. എല്ലാവരും വളരെ സ്നേഹമായിട്ട് അന്നത്തെ ഡ്രൈവറും കണ്ടക്ടർമാരും ചക്കർമാരും ഒക്കെ വളരെ സ്നേഹമായിരുന്നു. എല്ലാം കർത്താവ് ഇങ്ങനെയൊക്കെ നടത്തി ഈ ദേശത്തും കൊണ്ടുവന്നു. ദൈവാത്ഭുതമായിട്ട് നടത്തുന്നു. സ്തോത്രം. ആമേൻ.